നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ചാർട്ടർ ആക്ട് ഓഫ് 1813. സോ ലെറ്റ്സ് മൂവ് ടു ദ ടോപ്പിക്. ചാർട്ടർ ആക്ട് ഓഫ് 1813. എന്താണ് ചാർട്ടർ ആക്ട് ഓഫ് 1813? നമ്മൾ മുൻപുള്ള ആക്റ്റുകളിൽ കണ്ടിരുന്നു, അല്ലെങ്കിൽ ആക്റ്റുകൾ പഠിച്ചപ്പോൾ നമുക്ക് മനസ്സിലായി, ഓരോ ആക്ട് കഴിയും തോറും അല്ലെങ്കിൽ ഓരോ വർഷങ്ങൾ കഴിയും തോറും ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ പവർ കുറഞ്ഞു വരുന്നതായിട്ട് നമുക്ക് മനസ്സിലാകും. സോ ഈ ചാർട്ടർ ആക്ട് ഓഫ് 1813 എത്തിയപ്പോഴേക്കും ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ട്രേഡ് മോണോപോളി അവസാനിക്കുകയാണ്, അതായത് വ്യാപാര കുത്തക അവകാശം. നമുക്കറിയാം, ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് മാത്രമേ ഇന്ത്യയുമായിട്ട് ട്രേഡ് നടത്താൻ സാധ്യമായിട്ടുള്ളൂ. പക്ഷേ ഇവിടെ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ട്രേഡ് മോണോപോളി അവസാനിക്കുമ്പോൾ രണ്ട് എക്സെപ്ഷണൽ കേസ് പറയുന്നുണ്ട്. ചൈനയുമായിട്ട് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ട്രേഡും കാര്യങ്ങളും എല്ലാം തുടരാൻ സാധിക്കും. അതോടൊപ്പം തന്നെ ഇന്ത്യയുമായിട്ടുള്ള തേയില കച്ചവടവും ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് നടത്താൻ സാധിക്കും. ബാക്കിയുള്ള എല്ലാ ട്രേഡും ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ അവിടെ അവസാനിപ്പിക്കുകയാണ് ഈ ഒരു ചാർട്ടറിലൂടെ. സോ എന്തായിരിക്കാം ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ട്രേഡ് മോണോപ്പൊളി അവസാനിക്കാനുണ്ടായ കാരണം? നമുക്ക് നോക്കാം. 1813 എന്ന് പറയുന്ന ആ ഇയർ നെപ്പോളിയൻ ബോണപ്പാർട്ടിൻ്റെ ഏറ്റവും ഫെയിം ആയിട്ടുള്ള ഒരു പീരീഡ് ആയിരുന്നു. നമ്മൾ പറയത്തില്ല, ഓരോ ചക്രവർത്തികളുടെയൊക്കെ വളരെ ഗ്ലോറിയസ് ആയിട്ടുള്ള എറയാണ്, വളരെ ഗ്ലോറിയസ് ആയിട്ടുള്ള പീരീഡ് എന്നൊക്കെ പറയുന്ന പോലെ 1813 എന്ന് പറയുന്നത് നെപ്പോളിയൻ ബോണപ്പാർട്ടിൻ്റെ വളരെ ഗ്ലോറിയസ് ആയിട്ടുള്ളൊരു ഇയർ ആയിരുന്നു. യൂറോപ്പിൽ അത്രമാത്രം അദ്ദേഹം ഫെയിം ആയിട്ട് നിൽക്കുന്നൊരു ടൈമാണ്. അതുമാത്രമല്ല, ബ്രിട്ടൻ്റെ ഏറ്റവും വലിയ ശത്രു കൂടിയായിരുന്നു ആ ടൈമിൽ നെപ്പോളിയൻ ബോണപ്പാർട്ട് എന്ന് പറയുന്നത്. ബ്രിട്ടൻ എന്ന വലിയ ശക്തിയെ തകർക്കാൻ വേണ്ടി നെപ്പോളിയൻ ബോണപ്പാർട്ട് എന്ത് ചെയ്തു? പുതിയൊരു സിസ്റ്റം മുൻപോട്ട് കൊണ്ടുവരികയാണ്. അതാണ് കോണ്ടിനെൻ്റൽ സിസ്റ്റം. കോണ്ടിനെൻ്റൽ സിസ്റ്റം എന്ന് പറയുമ്പം ബ്രിട്ടൻ എന്ന രാജ്യം മാത്രമല്ല, പല രാജ്യങ്ങളും ബ്രിട്ടീഷ് ഷിപ്പ് ഉപയോഗിച്ച് യൂറോപ്യൻ രാജ്യങ്ങളുമായിട്ട് കച്ചവടം നടത്തുന്നുണ്ട്. അപ്പോൾ ഈ ഒരു കോണ്ടിനെൻ്റൽ സിസ്റ്റത്തിലൂടെ അദ്ദേഹം കൊണ്ടുവന്ന ആശയം എന്ന് പറയുന്നത്, യൂറോപ്യൻ രാജ്യങ്ങളുമായിട്ട് ബ്രിട്ടീഷ് ഷിപ്പ് മുഖേനയുള്ള എല്ലാ കച്ചവടങ്ങളും റദ്ദാക്കുന്ന ഒരു നിയമമാണ് ഈ ഒരു കോണ്ടിനെൻ്റൽ സിസ്റ്റത്തിൽ കൊണ്ടുവന്നത്. അതായത് ഏതെങ്കിലും രാജ്യങ്ങൾ ബ്രിട്ടീഷ് ഷിപ്പ് ഉപയോഗിച്ച് യൂറോപ്യൻ രാജ്യങ്ങളുമായി കച്ചവടം നടത്തുന്നൊരു സാഹചര്യം വരുവാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നെപ്പോളിയൻ എന്ത് ചെയ്യും? അത് തടയും. അപ്പോൾ ഇതാണ് കോണ്ടിനെൻ്റൽ സിസ്റ്റം. ഇത്തരത്തിൽ ബ്രിട്ടൻ എന്ന വലിയ ശക്തിയെ സാമ്പത്തികമായിട്ടും വ്യാപാരികപരമായിട്ടും ഒക്കെ തകർക്കുക എന്നുള്ളൊരു ലക്ഷ്യത്തോടു കൂടിയാണ് നെപ്പോളിയൻ എന്ത് ചെയ്യുന്നത്? ഈ കോണ്ടിനെൻ്റൽ സിസ്റ്റം എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. സോ നമ്മൾ ഓർത്തിരിക്കേണ്ട പ്രധാനപ്പെട്ട പോയിന്റും ഇത് തന്നെയാണ്. ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ട്രേഡ് മൊണോപ്പൊളി അവസാനിക്കുകയാണ് ഈ ഒരു ചാർട്ടർ 1813 ആൻഡ് ദ സെക്കൻഡ് പോയിന്റ് ഈസ് ദാറ്റ് പിറ്റ്സിൻ്റെ ആക്ട് ഓഫ് 1784 നമ്മൾ പറഞ്ഞിരുന്നു, ബ്രിട്ടൻ്റെ ഇന്ത്യയിലുള്ള ടെറിട്ടറീസ്, അതായത് ഈസ്റ്റ് ഇന്ത്യ കമ്പനി അല്ലെ അതേപോലെ മറ്റുള്ള എല്ലാ ടെറിട്ടറീസിനെയും ബ്രിട്ടീഷ് പൊസഷൻ എന്ന് വ്യാഖ്യാനിച്ചിരുന്നു. അതുപോലെ തന്നെ ഇവിടെ ചാർട്ടർ ആക്ട് ഓഫ് 1813 വരുമ്പോഴേക്കും ഇന്ത്യയിലുള്ള ബ്രിട്ടീഷിൻ്റെ എല്ലാ ടെറിട്ടറീസിനെയും സോവർണിറ്റി ഓഫ് ബ്രിട്ടീഷ് ക്രൗൺ എന്നവർ വിശേഷിപ്പിക്കുന്നുണ്ട്. അതായത് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ മുകളിലും അതുപോലെ ഇന്ത്യയിലുള്ള എല്ലാ ടെറിട്ടറീസിലും ബ്രിട്ടീഷിൻ്റെ പരമോന്നത അധികാരം എന്ത് ചെയ്യുന്നു? അവർ സ്ഥാപിക്കുകയാണ്. ആൻഡ് ദ തേർഡ് പോയിന്റ് ഈസ് ദാറ്റ് അറൈവൽ ഓഫ് ക്രിസ്ത്യൻ മിഷണറീസ്. ക്രിസ്ത്യൻ മിഷണറീസിൻ്റെ വരവാണ്. ക്രിസ്ത്യൻ മിഷണറീസ് വരുന്നതിലൂടെ ഒരുപാട് നേട്ടങ്ങളും അതോടൊപ്പം തന്നെ ഒരുപാട് ഡീമെറിറ്റ്സും ഉണ്ടാകുന്നുണ്ട്. എന്നാൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റ് എന്ന് പറയുന്നത് എഡ്യൂക്കേഷണൽ സിസ്റ്റത്തിൻ്റെ അല്ലെങ്കിൽ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ഒരു എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഈ ക്രിസ്ത്യൻ മിഷണറീസ് വന്നതിന് ശേഷമാണ് നടക്കുന്നത്. അതായത് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, പള്ളിക്കൂടം, ഇങ്ങനെയുള്ള ആശയങ്ങൾ കൊണ്ടുവരുന്നത് ക്രിസ്ത്യൻ മിഷണറീസാണ്. ആൻഡ് ഓൾസോ ഡീമെറിറ്റ്സ് എന്ന് പറയുമ്പോൾ, ഇപ്പം ക്രിസ്ത്യൻ മിഷണറീസ് എപ്പോഴും പ്രവർത്തിച്ചിരുന്നത് ഒരു പർട്ടിക്കുലർ വിഭാഗത്തിന് വേണ്ടിയിട്ടാണ്, അതായത് ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിക്ക് വേണ്ടിയിട്ടാണ് കൂടുതലും പ്രവർത്തനങ്ങൾ നടന്നിരുന്നത്. അതുകൊണ്ട് തന്നെയും ആ സമയത്ത് ഒരുപാട് റിലീജിയസ് കൺവേർട്ടൻസ് ഒക്കെ നടന്നിരുന്നു, ഒരുപാട് മതമാറ്റമൊക്കെ നടന്നിട്ടുള്ളൊരു കാലഘട്ടമായിരുന്നു ആ ഒരു ടൈം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ വെസ്റ്റേൺ എഡ്യൂക്കേഷൻ ഈ ഒരു ചാർട്ടർ ആക്ട് ഓഫ് 1813 ശേഷമാണ് നല്ല രീതിയിൽ ഇന്ത്യ ഒട്ടാകെ അല്ലെങ്കിൽ ആ ഒരു ബ്രിട്ടീഷ് ഇന്ത്യ ഒട്ടാകെ വ്യാപിക്കുന്നത്. വിദ്യാഭ്യാസം പ്രൊമോട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് ഈസ്റ്റ് ഇന്ത്യ കമ്പനി എല്ലാ വർഷവും 1,00,000 രൂപ വീതം ഇതിന് വേണ്ടിയിട്ട് ചിലവഴിക്കണം എന്നുള്ളൊരു നിയമം കൂടി ഈ ഒരു ചാർട്ടർ ആക്ട് ഓഫ് 1813 പിന്നിലൂടെ വന്നിരുന്നു. ആൻഡ് ദ ഫൈനൽ പോയിന്റ് ഈസ് ദാറ്റ് ജനങ്ങളിൽ നിന്നും നികുതി പിരിക്കാനുള്ള അധികാരം അല്ലെങ്കിൽ ആ ഒരു ഓതറൈസേഷൻ ലോക്കൽ ഗവൺമെൻറ്റ്സിന് കൊടുക്കുന്നു. അതോടൊപ്പം തന്നെ നികുതി അടയ്ക്കാത്ത സാഹചര്യങ്ങളിൽ അവരെ പണിഷ് ചെയ്യാനുള്ള, അവർക്ക് പണിഷ്മെൻറ്റ് കൊടുക്കാനുള്ള, അവരെ ശിക്ഷിക്കാനുള്ള ഒരു അധികാരം കൂടി ലോക്കൽ ഗവൺമെൻറ്റ്സിന് കൊടുക്കുകയാണ്. സോ ഇത്രയും പോയിൻറ്റ്സ് ആണ് ചാർട്ടർ ആക്ട് ഓഫ് 1813 വരുന്നത്. സോ നമുക്ക് പോയിൻറ്റ്സ് ഒന്നുകൂടെ റീകളക്ട് ചെയ്യാം. സോ ചാർട്ടർ ആക്ട് ഓഫ് 1813 എന്ന് പറയുമ്പം
ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ട്രേഡ് മോണോപോളി എൻഡ് ചെയ്യാണ്. ബട്ട് 2 എക്സെപ്ഷണൽ കേസസ് ആർ ദെയർ. ചൈനയുമായിട്ടുള്ള ട്രേഡ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് തുടരാം. അതോടൊപ്പം തന്നെ ഇന്ത്യയുമായിട്ടുള്ള ടീ ട്രേഡ്, അതായത് തേയിലക്കച്ചവടവും ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് തുടരാൻ സാധിക്കും. ആൻഡ് നമ്മൾ പിറ്റ്സ് ഇന്ത്യ ആക്ടിൽ കണ്ടതുപോലെ ബ്രിട്ടീഷ് പൊസിഷൻ എന്നൊരു പ്രയോഗം പോലെ ചാർട്ടർ ആക്ട് ഓഫ് 1813 സോവറിറ്റി ഓഫ് ബ്രിട്ടീഷ് ക്രൗൺ എന്ന് ഇന്ത്യയിലുള്ള എല്ലാ ബ്രിട്ടീഷ് ടെറിട്ടറീസിനെയും വിശേഷിപ്പിക്കുന്നുണ്ട്. ആൻഡ് തേർഡ് വൺ ഈസ് ദാറ്റ് ക്രിസ്ത്യൻ മിഷണറീസിൻ്റെ വരവോടുകൂടി എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്നുള്ളൊരു ആശയം മുൻപോട്ട് വരികയും വിദ്യാഭ്യാസത്തിന് നല്ലൊരു പ്രൊമോഷൻ അതിലൂടെ ലഭിക്കുകയും ചെയ്യുന്നുണ്ട്. ആൻഡ് ഓൾസോ നമ്മൾ പറഞ്ഞു വെസ്റ്റേൺ എഡ്യൂക്കേഷൻ വളരെ നല്ലൊരു രീതിയിൽ സ്പ്രെഡായൊരു കാലഘട്ടം കൂടിയായിരുന്നു ആ ഒരു 1813 ശേഷമുള്ളത്. ഈസ്റ്റ് ഇന്ത്യ കമ്പനി എല്ലാ വർഷവും വിദ്യാഭ്യാസ പുരോഗമനത്തിന് വേണ്ടിയിട്ട് 1,00,000 രൂപ വീതം സ്പെൻഡ് ചെയ്യണം എന്നുള്ളൊരു നിയമം കൂടി 1813 വരികയുണ്ടായി. ആൻഡ് ലോക്കൽ ഗവൺമെൻറ്റ്സിന് ടാക്സ് ആളുകളിൽ നിന്നും പിരിക്കാനുള്ള ഒരു ഓതറൈസേഷനും ടാക്സ് അടയ്ക്കാത്ത പക്ഷം അവരെ പണിഷ് ചെയ്യാനുള്ളൊരു അധികാരം കൂടി ലോക്കൽ ഗവൺമെൻറ്റ്സിന് ഈ ഒരു ബ്രിട്ടീഷ് ഗവൺമെൻറ് കൊടുക്കുകയാണ്. So that's all about Charter Act of 1813. Stay tuned to this channel for more videos.